ഹലോ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലേക്ക് ഒരു കുട്ടി അപ്ഡേറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗെയിമിലേക്ക് ഗ്രാഫിക്സ് മോഡ് ആഡ് ആയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ RGB അടിച്ചിട്ട് ഗ്രാഫിക്സ് മോഡ് ഓപ്പൺ ആക്കണം. ഗ്രാഫിക്സ് മോഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, സിപ്പി എഫക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കളർ ഗേജും കാണും. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യാം. ബട്ട് അവിടെ SSO അവിടുന്ന് പോയിരിക്കുകയാണ്. ആ ഷോർട്സിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, അത് അവിടുന്ന് പോയിരിക്കുകയാണ്. കഴിഞ്ഞ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആ ഒരു എഫക്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ആർക്കും അങ്ങനെ അത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പർ അത് നമ്മുടെ ഗെയിമിൽ നിന്ന് റിമൂവ് ആക്കിയത്. ബട്ട് എൻ്റെ ഫോണിൽ ഒരു ലാഗ് കാരണം ഗൈസ് ആ SSO ഫുള്ള് എൻ്റെ ഗെയിമിലേക്ക് ആഡായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിനി അത് മാറ്റാൻ പറ്റത്തില്ല. ഏതായാലും അത് ഇനി അവിടെ കിടക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും അതിനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ ഫോണിൽ എന്തോ ലാഗ് പോലെ ആയിട്ടാണ് പെട്ടെന്ന് SSO ഫുള്ളായി സ്പ്രെഡായത്. അപ്പോൾ ഗൈസ് നമ്മളിത് 0002 അടിച്ച് ഡിഫൻഡർ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 800 അടിച്ചിട്ട് ബുഗാട്ടിയൊക്കെ വരുത്തിയിട്ടുണ്ട്, ബുഗാട്ടി V2. അതുപോലെ തന്നെ നമ്മൾ 700 അടിച്ചിട്ട് ലംബോർഗിനി V2 കൂടെ വരുത്തിയിട്ടുണ്ട്. ഗൈസ് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ലോ മോഷനെ പിടിച്ച് വെക്കുമ്പോഴത്തേക്കില്ലേ നമ്മുടെ കാറൊന്നും ജമ്പ് ആവത്തില്ല. ചുമ്മാ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്ലോ മോഷനെ പിടിച്ച് വെക്കുകയല്ലേ നമ്മുടെ കാറൊന്നും ജമ്പ് ആവും. അതേസമയം നമ്മൾ കാറിൽ കയറുമ്പോഴത്തേക്കും നിങ്ങൾ സ്ലോ മോഷനെ പിടിച്ച് വയ്ക്കാൻ നമ്മുടെ കാർ ജമ്പ് ആവുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ സ്ലോ മോഷനെ പിടിച്ച് വെക്കിയിട്ടുണ്ട്, അന്നേരത്തേക്കും ഇതേ കാർ ജമ്പ് ആവുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, ഇതേ ഫീച്ചർ നമ്മുടെ ബൈക്കിലും ആഡായിരിക്കുകയാണ് ഗൈസ്. ഈ ബൈക്കിൽ ആഡാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാറ് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ കയറാതിരിക്കുമ്പോൾ ജമ്പ് ആവാത്തത്. അപ്പം ഞാൻ ഇവിടുത്തെ KTM ബൈക്കൊക്കെ വിളിക്കുന്നുണ്ട്, KTM ബൈക്ക് വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ബൈക്കിന് വേണ്ടി കയറുന്നുണ്ട്. ഇനി നിങ്ങൾ നേരെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല, ആ സ്ലോ മോഷൻ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ബൈക്കും ജമ്പായി കിട്ടുന്നതായിരിക്കും. ഇതെത്ര പേർക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കാറിലാക്കിയതുപോലെ തന്നെ ഡെവലപ്പർ നമ്മുടെ ബൈക്കിലും ആക്കിയിട്ടുണ്ട്. നമ്മളിത് പോലീസ് സ്റ്റേഷൻ്റെ മതിലാടാൻ നോക്കുവാണ്. അത്രയും ജമ്പിങ് പവർ നമ്മുടെ ഇതിനില്ല ഗൈസ് ബൈക്കിന്. അപ്പോൾ നമുക്കിനി ബൈക്കിൽ നിന്ന് ഇറങ്ങാം. ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതെന്നായിരിക്കും അല്ലേ, അതൊരു പ്ലെയർ ക്യാരക്ടർ മോഡാണ് ഗൈസ്. അതേത് ക്യാരക്ടർ മോഡാണെന്നറിയാമോ? സോംബി. അത് കുറേ കൂട്ടുകാർ വരണമെന്ന് ആഗ്രഹിച്ചാണ്, ഞാനും അവരെ പോലെ തന്നെ ആഗ്രഹിച്ചാണ്. സോംബി വരാനായിട്ട് RGS ടൂളിലൊരു കോഡ് അടിക്കണം. ആ കോഡ് എന്താണെന്ന് വെച്ചാൽ PM12 എന്നാണ്. PM12 സ്പേസ് ഒന്നും വിടാതെ PM നമ്പറിൽ പോയിട്ട് 12 ഒന്നും കൂടെ അടിക്കണം. ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും സൈഡിലായിട്ട് RGS ടൂൾ സോംബി എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അറിയാതെ ഒരു ആഡൊക്കെ കയറി വന്നിട്ടുണ്ട്, അത് നമ്മൾ കട്ടാക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പ്ലേ കൊടുക്കണം. പ്ലേ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലേക്ക് സോംബി മോഡ് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവനെ വെച്ച് എന്തും ചെയ്യാം ഗൈസ്. നമുക്കിത് ഗണ്ണൊക്കെ എടുക്കാം. ഗണ്ണെടുത്തിട്ട് നമുക്കൊരു ഇവനൊക്കെ ഡിഫൻഡറിനെ വെടിവെക്കാം ഗൈസ്. മെഷീൻ ഗൺ യൂസ് ചെയ്യുമ്പോഴേ കുറേ നേരം എടുക്കും ഒരു വണ്ടിയൊക്കെ ഇതാകാൻ. എന്നാലും കുഴപ്പമില്ല, നല്ല വെപ്പൺ തന്നെയാണത്. പിന്നെ ഗൈസ് നമുക്ക് ഇവനെ PD3 അടിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡാൻസ് കളിപ്പിക്കാൻ നോക്കുകയാണ്. കണ്ടോ, സോംബീസിലാണെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഫേസിലാണെങ്കിൽ അവർ നല്ല ഇതോടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, അയ്യേ ഗൈസ്, ഇത് കണ്ടോ സോംബിയുടെ പല്ല് ഒരുമാതിരി എന്നെ ഉമ്മിക്കിരിട്ട് തേച്ചിട്ട് കഴുകാത്ത പോലെ. സോംബിയൊക്കെ ഡാൻസ് കളിക്കുമ്പോഴും ഇത് ദേഷ്യപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു സംഭവം വന്നു. അതെന്താണെന്നായിരിക്കും അല്ലേ ഗൈസ്, നമുക്ക് TV ഓൺ ആക്കുന്ന ഫീച്ചർ വന്നിട്ടുണ്ട്. TVയിൽ മോട്ടു പട്ലുവിൻ്റെ ഫോട്ടോ വരുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞുതരാം. അത് ഇവിടെ മാത്രമല്ല നമ്മുടെ മോട്ടു പട്ലു വന്നിട്ടുള്ളത്. നമ്മുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേ സെറ്റിംഗ്സ് ചലഞ്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മോട്ടു പട്ലും ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഇവിടെ പ്ലേ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ആ പേസ്റ്റ് ലിങ്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് വന്ന് പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ മൊബൈൽ ഫോണൊക്കെ എടുക്കാൻ പോവാണ്. എടുത്തിട്ട് ഇൻ്റർനെറ്റ് വന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് മുന്നേ മൊബൈൽ ഡാറ്റ ഓൺ ആക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എറർ എന്ന് പറഞ്ഞ് കാണിച്ച്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ലിങ്ക് കോപ്പി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഫയൽ ലോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 മിനിറ്റ് കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ RGS ടൂളിൽ പോയിട്ടൊരു കമൻറ്റ് അടിക്കണം. എന്താണെന്ന് വെച്ചാൽ MIC മൈക്കെന്നടിക്കണം. മൈക്കെന്നടിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ നിങ്ങൾ ഇമേജ് ചേഞ്ച് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ TVയിലും അതേ ഫീച്ചർ തന്നെ ഓൺ ആയിരിക്കും. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യണം. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.